അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. നമ്മൾ ഫസ്റ്റത്തെ വീഡിയോ ആണ്. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയുള്ളൊരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾക്ക് ട്രേഡിംഗ് ആണ് മെയിനായിട്ടുള്ളതിൽ പർപ്പസ്. ഓക്കെ, സോ ട്രേഡിംഗ് പഠിക്കാൻ കുറെ പേർക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും ട്രേഡിംഗ് പഠിക്കാൻ. അപ്പോൾ അവർക്കൊന്നും ബഡ്ജറ്റ് പൈസ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് നമ്മൾ പുറത്ത് പോയി നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ തന്നെ ഒരു 20,000 10,000 ഒക്കെ അതിൻ്റെ മേലൊക്കെ റേറ്റ് വാങ്ങിക്കുന്നവരുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഒക്കെ ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. സോ ഇപ്പോൾ മെയിനായിട്ട് എത്ര സാധാരണക്കാർക്കും ഇപ്പോൾ എന്താ പറയുക, നമുക്ക് ട്രേഡിംഗ് പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ എങ്ങനെ ഒരു ധാരണയുമില്ല. സോ അത്തരക്കാർക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ യൂട്യൂബ് ചാനൽ നമ്മൾ മെയിനായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് പോവുക. അപ്പോൾ ട്രേഡിങ്ങിനെ പറ്റിയിട്ട് ഒരു ധാരണ ഇല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ പോവാം. നിങ്ങൾ ഒന്നും അറിയില്ല, ട്രേഡിങ് മാത്രം കേട്ടിട്ടുണ്ട്, എന്താ ഒന്നും അറിയില്ല. സോ അത്തരക്കാർക്ക് എന്ത് ചെയ്യാം, നമുക്കിത് ഈ ഒരു യൂട്യൂബ് ചാനൽ നമുക്ക് ഇതിൽ വരുന്ന വീഡിയോസ് വാച്ച് ചെയ്ത് പോവാം. ചിലർക്കൊക്കെ യൂട്യൂബ് ട്രേഡിങ്ങിനെ പറ്റി ചില ധാരണകളൊക്കെ ഉണ്ടാകും, അവിടെ എന്തൊക്കെയാണ് നടക്കണം, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അറിയുണ്ടാവും. അപ്പോൾ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, പിന്നീട് കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യുക. നമ്മൾ ഹൈ ലെവൽ വരെ ക്ലാസ്സസ് ഒക്കെ നമ്മളിതിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, പല പല സ്ട്രാറ്റജീസും ഒക്കെ നമ്മളിതിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. നേരെ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോക്ക് പോവാം. ഓക്കെ, സോ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ട്രേഡിംഗ്, അതുപോലെ തന്നെ അത് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് മനസ്സിലാക്കാം. പിന്നെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ തരുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാം, ഗ്രൂപ്പ് ഓപ്പൺ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് PM-ലോട്ട് എന്ത് ചെയ്യാം, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, സോ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. സോ ട്രേഡിംഗ് നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടാവും. ഈ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുക വിൽക്കുക, ആ ഒരു പരിപാടിയാണ്. നമ്മൾ സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് വിൽക്കൂലേ. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു സാധനം വാങ്ങിച്ചു, അത് ഇപ്പോൾ ഒരു സാധനം ഒരു 100 രൂപയുടെ സാധനം വാങ്ങിച്ചു, അതൊരു 10 വാങ്ങിച്ചു, അത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ 200 റുപ്യക്ക് വിറ്റു. സോ ആ ഒരു സംഭവം നടക്കുന്നതിനാണ് നമ്മൾ ട്രേഡിംഗ് എന്ന് പറയാം. രണ്ടാൾ കൂടി നടക്കുന്ന ഒരു ഇതിനാണ് ട്രേഡ് എന്ന് പറയാം. ഓക്കെ, നമ്മൾ ട്രേഡ് നടക്കൂല, നമ്മൾ എന്താ പറയുക, അത് കൊടുത്തിട്ട് ഇതുകൊണ്ട് വാങ്ങിക്കൂലേ ട്രേഡ്. അങ്ങനെ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഈ ട്രേഡിങ്ങിൽ കുറേ ഡീപ്പായിട്ടുള്ള ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. അതിനടുത്ത് പറയണില്ല, അത് പഠിച്ചിട്ട് എക്സാമോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഇത് എന്താ മനസ്സിലാക്കുക. നമ്മളൊരു ഈ ട്രേഡിങ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തൊക്കെയാണ് നടക്കേണ്ടതെന്ന് മനസ്സിലാക്കണ്ട. ഓക്കെ, അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, സാധനം വാങ്ങിച്ചിട്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് വില കൂടാണെങ്കിൽ നമ്മളത് വിൽക്കും. വിത്ത് ഏണിങ് പ്രോഫിറ്റ്, നമുക്ക് പ്രോഫിറ്റ് എന്നുള്ള ഒരു ലെവലില് നമ്മൾ ഒരു സാധനം വാങ്ങിച്ചു, ഒരു 100 രൂപയുടെ സാധനം വാങ്ങിച്ചു, 2-3 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ 100 റുപ്യക്ക് തന്നെ വിൽക്കുമോ. ഓക്കെ, അപ്പൊ അതിനൊക്കെയാണ് എന്താ പറയാ ട്രേഡിങ്, മനസ്സിലായല്ലേ. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഇനി നമുക്കത് അതിലൊരു എക്സാമ്പിളോട്ട് പോകാൻ, എന്താണ് ട്രേഡിങ്ങിന്റെ ചെറിയൊരു എക്സാമ്പിളാണ്. നമ്മൾ വേഗം തന്നെ നോക്കാം. നമ്മൾ അധികം ലെങ്ത് ആക്കുന്നില്ല വീഡിയോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് ആയി കഴിഞ്ഞാൽ നമുക്ക് ചിലർക്ക് ബോറടിക്കും. ഇത് തിയറി ക്ലാസ് പോലെയാണ്. സോ എന്ത് ചെയ്യുക, സ്കിപ്പ് ആക്കാതിരിക്കുക. ട്രേഡിങ്ങിനെ കുറിച്ച് വലിയ എന്തെങ്കിലുമൊക്കെ ധാരണ ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കേൾക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ വീണ്ടും വീഡിയോസ് കാണാം, അല്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എക്സാമ്പിളോട്ട് പോവാം. നമ്മൾ ക്യാപിറ്റൽ കൊടുക്കുന്ന ഒരു ക്യാപിറ്റൽ നമ്മൾ കൊണ്ടുവരുന്നതിന് വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ. സോ ഞാൻ ഫുള്ളായിട്ട് എഴുതുന്നില്ല. സോ ക്യാപിറ്റൽ നമ്മളൊരു 1000 രൂപ നമ്മൾ കൊടുക്കുന്നു. സോ ഗോൾഡ്, ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഗോൾഡ് എല്ലാവർക്കും അറിയാം. സോ ഗോൾഡിന്റെ വില എന്ന് പറയുന്നത് 100 രൂപയാണ്. ഓക്കെ, സോ നമുക്കിപ്പോൾ ഒരു ഗോൾഡിന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ഗോൾഡിന്റെ വില എത്ര ഒന്നുമല്ല, ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. 100 രൂപ എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ഒരു ക്വാണ്ടിറ്റിയാണ് 100 രൂപ. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ 1000 രൂപ നമ്മുടെ കയ്യിലുണ്ട്. സോ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വാങ്ങിക്കാം? 1000 രൂപക്ക് 10 ക്വാണ്ടിറ്റി വാങ്ങിക്കാം അല്ലേ? 10 ക്വാണ്ടിറ്റി വാങ്ങിക്കാം. നമുക്ക് എത്ര, 1000 ഡിവൈഡഡ് ബൈ 100 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര, 10 ക്വാണ്ടിറ്റി വാങ്ങിക്കാം. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു ചെറിയൊരു എക്സാമ്പിൾ പറയുന്നത് 100 രൂപ ഉണ്ട്. ഒരു സാധനമാണ്. ആ സാധനത്തിന് വില എന്ന് പറഞ്ഞാൽ 10 റുപ്യ. സോ 100 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വാങ്ങിക്കാത്? 10 വാങ്ങിക്കാലോ. ആ ഒരു എക്സാമ്പിൾ മനസ്സിലാക്കാം. സോ ഇപ്പൊ നമ്മൾ 10 ക്വാണ്ടിറ്റി, നമുക്ക് 1 മുതൽ 10 വരെയുള്ള ഏതെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ക്വാണ്ടിറ്റി വാങ്ങിക്കാം. നമുക്ക് 5 വാങ്ങിക്കാം, 6 വാങ്ങിക്കാം, 7 വാങ്ങിക്കാം, 11 വാങ്ങിക്കാൻ പറ്റും ഇല്ല. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. ഇത് നമ്മള് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, അത്രേ ഉള്ളൂ. സോ നമ്മൾ 10 വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഗോൾഡിന്റെ വില 100 അല്ലേ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ ഗോൾഡിന്റെ വില 200 രൂപയായി. നമ്മളടുത്ത് 10 സ്റ്റോക്ക് ഉണ്ട്. സോ നമുക്ക് എത്ര രൂപ കിട്ടും തിരിച്ച് റിട്ടേൺ? 10 × 200 എത്രയാ?
ഇത്ര 2000 രൂപ നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടി. മനസ്സിലായില്ലേ? 2000 രൂപ റിട്ടേൺ ആയിട്ട് കിട്ടി. ഇതിൽ നമ്മൾ ഇറക്കിയ എമൗണ്ട് എത്ര? ഇതിൽ ഇറക്കിയ എമൗണ്ട് 1000. പ്രോഫിറ്റ് എത്ര? 1000. ഓക്കെ, അപ്പൊ ആ ഒരു മെത്തേഡ് മനസ്സിലാക്കുക. അതിന് സെയിം ഓപ്പോസിറ്റ് ആണ്. ഇത് സെയിം ഓപ്പോസിറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സാധനത്തിന്റെ വില 100, നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിന്റെ വില 100 രൂപയായിരുന്നു. നമ്മൾ 10 സ്റ്റോക്ക് വാങ്ങിച്ച് 1000 രൂപ നമ്മൾ അതിൽ ഇറക്കിണ്ടായിരുന്നത് ക്യാപിറ്റലായിട്ട്. ഞാൻ ഒന്നും മുതലാക്കി എഴുതുന്നില്ല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതിന്റെ വില 50 റുപ്യായി. ഓക്കെ, സോ നമുക്ക് 10 സ്റ്റോക്ക് ഉണ്ട്. 10 ഇൻറ്റു എത്രയാ? നമ്മൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതിന്റെ വില 50 റുപ്യായി. ഓക്കെ, അപ്പോൾ 10 നമുക്ക് 10 സ്റ്റോക്ക് ഉണ്ട്. 10 ഇൻറ്റു 50 എത്ര? 500 രൂപ ആയി. അതിൽ നമുക്ക് എത്ര? 500 രൂപ ലോസ് വന്നു. സോ ലോസും, നമ്മൾ ട്രേഡിങ്ങിൽ എന്ന് പറഞ്ഞാൽ ലോസ് ഉണ്ട്, പ്രോഫിറ്റും ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു മെത്തേഡ് എന്ത് ട്രേഡിങ്ങിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, ജസ്റ്റ് അതിന്റെ ഒരു ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷിലായിട്ട്. നമുക്കൊന്ന് വായിച്ചാൽ മനസ്സിലാവും. ട്രേഡിംഗ് ഈസ് ബൈയിങ് ആൻഡ് സെല്ലിങ്. നമ്മൾ ഫൈനാൻഷ്യൽ അസറ്റിൽ എന്താണ്? ബൈയിങ് ആൻഡ് സെല്ലിങ് ആണ് മെയിനായിട്ട് പരിപാടി നടക്കുന്നത്. പിന്നെ നമുക്ക് രണ്ടാമത്തെ ഇതിലോട്ട് പോവാം. ഓക്കെ, മാർക്കറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം മാർക്കറ്റ് എന്താന്ന്. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും മാർക്കറ്റ് എന്താന്ന്. നമ്മൾ അല്ലെങ്കിൽ ഞാൻ പറയാണ്, മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് മാർക്കറ്റിൽ പോയിട്ട് വിൽക്കാൻ പറ്റുള്ളൂ. അല്ലാതെ മാർക്കറ്റിൽ പോയിട്ട് അല്ലാണ്ട് നമ്മുടെ കയ്യിൽ സാധനം ഉണ്ടെങ്കിൽ അതിപ്പോ എന്താ പറയാ, ആരെങ്കിലും ഉള്ള സ്ഥലത്ത് പോയിട്ട് വിട്ടിട്ട് കാര്യമുള്ളൂ. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, എല്ലാവരും ഉണ്ടാവും. അവിടെ പോയിട്ട് നമുക്ക് വിൽക്കാം, എന്തെങ്കിലും വാങ്ങിക്കാം. അതിനാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് വിട്ട് നമ്മള് അത് നമ്മൾ ഇവിടുത്തെ ഉള്ള കാര്യമല്ല, നമ്മൾ ഓൺലൈൻ മാർക്കറ്റാണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. സോ മാർക്കറ്റ്, എത്ര തരം മാർക്കറ്റ് ഇപ്പൊ നിലവിലുണ്ട്? നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്ന മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറക്സ്, അതുപോലെ തന്നെ ക്രിപ്റ്റോ, സ്റ്റോക്ക് മാർക്കറ്റും ഉണ്ട്. 3 മാർക്കറ്റ് നിലവിലുണ്ട്. പിന്നെ ഉള്ളത് വേറെയാണ്, കമ്മ്യൂണിറ്റീസ് ആണോ എന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല. ഈ ഒരു 3 മാർക്കറ്റ് എന്ത് ചെയ്യാം, നിങ്ങൾ നോക്കി വെക്കാം. നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്ന മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിപ്റ്റോ മാർക്കറ്റ് എന്നാണ്. ക്രിപ്റ്റോ, ഈ ക്രിപ്റ്റോ കറൻസി ഒക്കെ കേട്ടിട്ടുണ്ടാവും. ബിറ്റ് കോയിന്, ഇതീറിയം, കുറെ കോയിൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ക്രിപ്റ്റോ കറൻസിയിലാണ് ചെയ്യുന്നത്. സോ ക്രിപ്റ്റോ കറൻസി എന്താണ്, ക്രിപ്റ്റോ കറൻസിയിലുള്ള ബ്ലോക്ക് ചെയിന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയണില്ല. അതൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് എന്ത് ചെയ്യാം, അതിനെ പറ്റിയിട്ട് പറയാം. സോ ക്രിപ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിപ്റ്റോന്റെ അണ്ടറിൽ കുറെ കോയിൻസ്, ക്രിപ്റ്റോ കറൻസിയിൽ വരുന്ന കുറെ കോയിൻസ് നമുക്ക് അറിയാം. ബിറ്റ് കോയിനൊക്കെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. നല്ലൊരു എമൗണ്ട് ആണ് ഇപ്പോൾ ബിറ്റ് കോയിന്റെ റേറ്റ് നോക്കുന്ന സമയത്ത്. ഈ ബിറ്റ് കോയിന് എന്താ പറയാ, നമ്മൾ പണ്ടൊക്കെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് നല്ലൊരു എമൗണ്ട് ഇപ്പൊ തന്നെ റിട്ടേൺസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പൊ എല്ലാവർക്കും അറിയാം ബിറ്റ് കോയിനൊക്കെ. ഓക്കെ, അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്യാം. പിന്നെ ഇതീരിയം, കുറെ കോയിൻസ് ഉണ്ട്. സോ അതിന്റെ അണ്ടറിൽ വരുന്ന ഒരു കോയിൻ, ഞാൻ ജസ്റ്റ് ഒരു കോയിൻ എന്ന് മാത്രമേ പേരിടണുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ മാർക്കറ്റിൽ ക്രിപ്റ്റോ, ഞങ്ങളിപ്പം ഇതുവരെയുള്ള എക്സാമ്പിൾസ് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഈ സാധനം, ഞാൻ ഈ പറയുന്ന കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കാം. ഇതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നടക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ഓക്കെ, അപ്പോൾ ഞാൻ എന്താ പറയാ, അനിൽ എന്ന് പറയുന്ന ഒരാളും അതുപോലെ തന്നെ വിജയ് എന്ന് പറയുന്ന ഒരാൾ, 2 പേരുണ്ട്. ഓക്കെ, സോ ഈ ഒരു കോയിന് ക്രിപ്റ്റോ കറൻസിയുടെ ഇതിൽ വരുന്നൊരു കോയിനാണ്. ഓക്കെ, എക്സ്ചേഞ്ച് കോയിൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഈ ക്രിപ്റ്റോന്റെ അണ്ടറിൽ വരുന്ന നമുക്ക് ടാറ്റ, അതുപോലെ തന്നെ റിലയൻസ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ടാറ്റ, അദാനി, അവരുടെ ഷെയർ ഒക്കെ ഇതിന് അണ്ടറിൽ വരാൻ പറ്റുമോ? ക്രിപ്റ്റോ മാർക്കറ്റിന്റെ അണ്ടർ, അതായത് ക്രിപ്റ്റോ മാർക്കറ്റിന്റെ അണ്ടറിൽ വരുമോ? ഇല്ല, അതൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു മനസ്സിലാക്കുക. സ്റ്റോക്ക് മാർക്കറ്റിൽ അതിനേതായുള്ള രീതിയിലുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന എന്താ പറയാ, ടാറ്റ, റിലയൻസ്, കുറെ ഷെയർസ് ഉണ്ട് അതിനകത്ത്. അതുപോലെ തന്നെയാണ് ക്രിപ്റ്റോ. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക. അപ്പോ നമുക്ക് ഇതിന്റെ എക്സാമ്പിളോട്ട് പോവാം. ഈ അനിൽ എന്ന് പറയുന്ന ഒരാള് ചിന്തിക്കുകയാണ്, ഈ ഒരു കോയിന് ഫ്യൂച്ചറിൽ നല്ല റിട്ടേൺസ് തരുന്നു. നമ്മൾ ഒരു ഗോൾഡ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ചിലരൊക്കെ ചിന്തിക്കണം, വീട്ടുകാരൊക്കെ ചിന്തിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ ഗോൾഡ് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞാൽ നല്ല റിട്ടേൺസ് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ഉണ്ടാവും. ന്യൂസസ് അത് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ആ ഒരു കോയിന് നമ്മൾ ഫ്യൂച്ചറിൽ നല്ല പ്രോഫിറ്റ് കിട്ടുന്നു അനിൽ വിചാരിക്കണം. അതുപോലെ തന്നെ വിജയ് ചിന്തിക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിൽ ഇത് വലിയൊരു ഇത് കിട്ടൂല, നല്ല താവാൻ ചാൻസ് ഉണ്ട്, അതിന്റെ വില ഇടിയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആൾ എന്ത് ചെയ്യാ, സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് ആള്. സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് ആള്. അതുപോലെ തന്നെ ഇയാള് ബൈ ചെയ്യാൻ, ആള് പറയണെന്താ, ഇപ്പൊ വാങ്ങിച്ചാൽ കുറച്ച് കഴിഞ്ഞ് നല്ല എമൗണ്ട് കിട്ടും. സോ ബൈയും സെല്ലും എന്താ അറിയാലോ, ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിക്കാം, സെല്ല് എന്ന് പറഞ്ഞാൽ വിൽക്കാം. ഓക്കെ,
ഈ ബൈയും സെല്ല് വരുമ്പോഴാണ് ഒരു ഓർഡർ നമുക്ക് എക്സിക്യൂട്ട് ആവുന്നത്. ഈ ഓർഡർ എക്സിക്യൂട്ട് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഒരു ട്രേഡ് നടക്കുമ്പോൾ അതിനൊരു പറയുന്ന പേരാണ് ഓർഡർ എക്സിക്യൂട്ട് ആവുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതിൽ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു കോയിന് എന്താ പറയാ, നമുക്ക് വാങ്ങിക്കണമെങ്കിൽ നമ്മൾ ബൈ ചെയ്യണം. സോ ഞാനപ്പോൾ അനിൽ ഈ ഒരു കോയിന് വാങ്ങിക്കണമെങ്കിൽ, ഇവിടുന്ന് വാങ്ങിക്കണമെങ്കിൽ, ഈ ഒരു കോയിന് വാങ്ങിക്കണമെങ്കിൽ ആരെങ്കിലും വിൽക്കാൻ വേണം. അതായത് ഈ ഒരു കോയിന് ആരെങ്കിലും വിൽക്കാൻ വേണം. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ പറയാണ്. ഞാൻ ഒരു മാർക്കറ്റിൽ പോയിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണം. ആ സാധനങ്ങൾ അവിടെ ഇല്ല, അവിടെ ആരും ഇങ്ങോട്ട് തരാനില്ല. അപ്പൊ നമുക്ക് വാങ്ങിക്കാൻ പറ്റുമോ? നമുക്ക് ബൈ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അപ്പൊ ആ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആവൂല. അത് മനസ്സിലായോ? സോ അനില് എന്താ അത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കണം, അപ്പൊ അതിനെ ബൈ എന്ന് പറയും. അതുപോലെ തന്നെ വിജയ് ഈ സാധനം വിൽക്കാൻ ഉദ്ദേശിക്കുകയാണ്. സോ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. സോ ആള് എന്ത് ചെയ്ത്, ഈ വിജയ് ഈ ഒരു കോയിന് വിൽക്കാൻ ഉദ്ദേശിക്കുകയാണ്. സോ അവിടെ സെല്ലുണ്ട്. സോ ആള് സെല്ല് ഓർഡർ ഇട്ട് വെച്ചിട്ടുണ്ട്. സോ അനില് പോയിട്ട് ബൈയും വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം എന്താ? ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ അനിലാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യും, മാർക്കറ്റിൽ പോയിട്ട് ആ സാധനം ഈ ഒരു കോയിന് വാങ്ങിക്കണം. അപ്പൊ വാങ്ങിക്കുമ്പോൾ അവിടെ വിജയ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വിജയ് അവിടെ ആ സാധനം വിറ്റ് വെച്ചിട്ടുണ്ട്, സെല്ല്. മനസ്സിലായ? അതാണ് പറഞ്ഞത്. അതായത് വിജയ് അവിടെ പോയിട്ട് എന്ത് ചെയ്തുള്ളത്, സെല്ല് ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അതായത് ആളത് ആ ഒരു കോയിൻ അവിടെ വിറ്റ് വെച്ചിട്ടുണ്ട്, ആരും വാങ്ങിച്ചിട്ടില്ല. പക്ഷെ ഞാൻ അവിടെ പോയിട്ട് എന്ത് ചെയ്ത്, പോയി വാങ്ങിച്ചു. സോ ബൈ ആൻഡ് സെല്ല് ഒപ്പായി, ആ ഓർഡർ അവിടെ എക്സിക്യൂട്ട് ആയി. ആ ഒരു കാര്യം മനസ്സിലായില്ലേ? അതാണ് എത്ര ഉള്ള കാര്യം. അങ്ങനെയാണ് ഈ ഒരു മാർക്കറ്റിൽ സംഭവിക്കുന്നത്. ഓക്കെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം, അവിടെ ആരും ഇല്ല, എനിക്ക് ആ സാധനം തരാൻ അവിടെ ആരും ഇല്ല. അപ്പൊ നമുക്ക് സാധനം വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല. അതാ പറഞ്ഞത്. മറിച്ച് ആളവിടെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഞാനും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, എനിക്ക് ആ സാധനം എമൗണ്ട് കൊടുത്തിട്ട് എന്ത് ചെയ്താ, എമൗണ്ട് കൊടുത്തിട്ട് ആ സാധനം എനിക്ക് തിരിച്ചു വാങ്ങിക്കാം. അപ്പൊ ആ ഓർഡർ എന്ത് ചെയ്തു, അവിടെ എക്സിക്യൂട്ട് ആയി. അത് മനസ്സിലാക്കിയാൽ മതി. ഈ മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒന്നുകൂടി കേൾക്കാം, അല്ലെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ മതി. പിന്നെ അതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഇനി ഈ ക്രിപ്റ്റോ വേൾഡ് എന്ന് പറഞ്ഞാൽ, ഈ ക്രിപ്റ്റോ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പേരൊന്നല്ല. അത് മനസ്സിലാക്കുക. പേരല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ട്രില്യൻസ് ഓഫ് പീപ്പിൾസ്. അത് വേൾഡ് വൈഡ് മാർക്കറ്റാണ്. ഇത് ക്രിപ്റ്റോ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മാത്രമല്ല, വേൾഡ് വൈഡ് എല്ലാ രാജ്യക്കാരും ഈ ഒരു മാർക്കറ്റിലുണ്ട്. നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ട്രില്യൻസ് ഓഫ് പീപ്പിൾ വേറെ അവിടെ ട്രേഡ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഓക്കെ, സോ നമ്മൾ പോയിട്ട് ഒരു ബൈ ഇട്ട് കഴിഞ്ഞാൽ, നമ്മൾ പോയിട്ട് ഒരു സാധനം വാങ്ങിക്കാൻ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളിപ്പോൾ ഒരു സാധനം പോയിട്ട് വാങ്ങിക്കാണ്, അപ്പൊ തന്നെ എന്ത് ചെയ്യും, നമുക്ക് ആ സാധനം കിട്ടും. കാരണം എന്താ, അത്രയും അധികം ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിപ്റ്റോ മാർക്കറ്റിലുണ്ട്. ഓക്കെ, അതിനിപ്പോ ഒരു ഞാൻ ഒരു ബിറ്റ് കോയിന് പറയാണ്. സോ ബിറ്റ് കോയിന് ഞാൻ വാങ്ങിച്ചു. ബിറ്റ് കോയിന് ഞാൻ പോയിട്ട് എനിക്ക് കുറച്ച് ബിറ്റ് കോയിന് വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് എമൗണ്ട് ഇട്ടു. അത് ഇട്ട് കഴിഞ്ഞ് എന്ത് ചെയ്യും, സ്പോട്ടിൽ എന്ത് ചെയ്യും, നമുക്ക് കുറച്ച് ബിറ്റ് കോയിന് കിട്ടും. ബിക്കോസ് എന്ത് ചെയ്യാം, അത്രയും ഡിമാൻഡ് ഉണ്ട് ഈ സാധനത്തിന്, ബിറ്റ് കോയിന്. മനസ്സിലായല്ലേ? അത്രയും ഡിമാൻഡ് ബിറ്റ് കോയിൻ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും, നമ്മള് ആ ഒരു സമയത്ത് ബിറ്റ് കോയിൻ എന്നൊക്കെ പറഞ്ഞ സെല്ലും ബൈയും അത്ര കുറെ പീപ്പിൾസ് എന്ത് ചെയ്യുന്നതാണ്. മനസ്സിലായില്ല? ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായല്ലോ? ഇപ്പോ ഒരു പുതിയൊരു സാധനം വന്നു. ഇപ്പോ എല്ലാവർക്കും അറിയായിരിക്കും, കുറെ ഒരു പരിപാടി തുടങ്ങിയത് ആംസ്റ്റർ കോംബാറ്റ് എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും അറിയായിരിക്കും. ആംസ്റ്റർ കോംബാറ്റ് എല്ലാവരും കേട്ട് പരിചയം ഉണ്ടായിരിക്കും. ഞാൻ ഇതാക്കണല്ല, ജസ്റ്റ് ഒരു ഇത് പറയാണ്. അതൊന്ന് വിചാരിക്കുക, ആ ഒരു സാധനമാണെന്ന് വിചാരിക്കുക. അത് അതിന്റെ ആ ഒരു എക്സ് എന്ന് കൊടുക്കുന്നുണ്ട്, ആ സാധനം എന്ന് വിചാരിക്കുക. ആംസ്റ്റർ കോംബാറ്റ് ലിസ്റ്റ് ആവുന്നൊക്കെ പലരും കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു ഇതിൽ എക്സാമ്പിൾ എടുത്ത് പറയാണ്. സോ അത് മാർക്കറ്റിൽ വന്ന് അത് ലിസ്റ്റായി മാർക്കറ്റിൽ. സോ ഒരു കോയിന് ലിസ്റ്റായി മാർക്കറ്റിൽ, ക്രിപ്റ്റോയുടെ ഇതിൽ ലിസ്റ്റായി ആ മാർക്കറ്റ്. പക്ഷെ ആ സാധനം ഉണ്ടല്ലോ, ആ ഒരു കോയിന് തീരെ ആരുമില്ല. ആ ഒരു കോയിന് വാങ്ങിക്കാനോ വിൽക്കാനോ ആരുമില്ല. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് ബൈ ഇട്ട് കഴിഞ്ഞാല് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഞാനൊരു സാധനം ഇറക്കി, ഒരു കോയിൻ ഇറക്കി.
ആ കോയിൻ ഇറക്കി കഴിഞ്ഞാൽ എനിക്ക് അവിടെ പോയിട്ട് എനിക്ക് ആ കോയിൻ വാങ്ങിക്കണമെങ്കിൽ ആരെങ്കിലും വിൽക്കാൻ വേണ്ടേ? സോ അതാ പറഞ്ഞത്, അതിന് വോളിയോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. മറിച്ച് ബിറ്റ് കോയിൻ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ജനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു എന്താ ട്രേഡ്, അതായത് മെയിൻ ആയിട്ടുള്ള പീപ്പിൾസും ഒക്കെ ഈ നല്ല രീതിയിൽ ഡിമാൻഡുള്ള സാധനമാണ് ബിറ്റ് കോയിൻ. പിന്നെ പല കോയിൻസും ഉണ്ട്, അതിനൊക്കെ ഡിമാൻഡ് ഇട്ടോ അപ്പൊ തന്നെ ഓർഡർ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ആവും. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര തരം ട്രേഡേഴ്സ് ഉണ്ടെന്നാണ് മെയിനായിട്ട് പറയേണ്ടത്. ടൈപ്സ് ഓഫ് ട്രേഡേഴ്സ്. സോ ടൈപ്സ് ഓഫ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് 4 തരമാണ് ഉള്ളത്. ഒന്ന് സ്കാൽപ്പിങ്, പിന്നെ ഇൻട്രാഡേ ട്രേഡിങ്, പിന്നെ സ്വിംഗ് ട്രേഡിങ്, പിന്നെ പൊസിഷനിൽ, പിന്നെ ലോങ് ടൈം. ഓക്കെ, ഈ ഇത്രയും ലെവൽ ഓഫ് ട്രേഡേഴ്സ് ഉള്ളത്. ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് കഴിഞ്ഞ് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സോ സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സാധനം വാങ്ങിച്ചു, സ്റ്റോക്കോ എന്തെങ്കിലും ആയിക്കോട്ടെ, ആ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് 5 മിനിറ്റ്, ഏറിപ്പോയ 2 മിനിറ്റ്, ഏറിപ്പോയ 5-2 മിനിറ്റിനുള്ളിൽ അത് നമ്മളത് വിൽക്കും. ഞാനിപ്പോൾ ഒരു സാധനം ഇപ്പോൾ ഈ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സാധനം വില സെക്കൻഡ്സിൽ എന്ത് ചെയ്യും, പൈസ എന്ന ലെവലിൽ കൂടിയും കുറയൊക്കെ ചെയ്യും. ഗോൾഡിന്റെ കാര്യത്തിലാണെങ്കിലും സിൽവറിന്റെ കാര്യത്തിലാണെങ്കിലും പല സ്റ്റോക്കും ഷെയറും ഒക്കെ കാര്യത്തിലാണെങ്കിലും എന്ത് ചെയ്യും, ഓരോ ടൈമിലും അതിന് ഫ്ലക്ച്വേറ്റ്, അതായത് പ്രൈസിന്റെ വില ചേഞ്ചസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കാം. അപ്പൊ എന്ത് ചെയ്യും, നമ്മള് അത് വാങ്ങിച്ചിട്ട് 5 മിനിറ്റ് അത് വാങ്ങിച്ച് വെക്കും, എന്നിട്ട് അപ്പൊ തന്നെ അത് വിൽക്കും. അപ്പൊ നമുക്ക് ചില്ലറ എമൗണ്ട് ഒക്കെ കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു രീതിയും. പിന്നെ അതുപോലെ തന്നെ ഉള്ളത് ഇൻട്രാഡേ ആണ്. നമ്മൾ ഇവിടെ നിന്ന് മെയിൻ ആയിട്ട് ഇൻട്രാഡേ ആണ് ഉദ്ദേശിക്കുന്നത്. ഇൻട്രാഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഏറിപ്പോയ ഒരു ദിവസം അത് നമ്മൾ എന്ത് ചെയ്യും, കീപ്പ് ചെയ്ത് വെക്കും. നമ്മളൊരു സാധനം വാങ്ങിച്ചു, സാധനം നമ്മൾ ഏറിപ്പോയി 2-3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം അതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ വിറ്റ് കളയും. നമ്മൾ എന്ത് ചെയ്യും, അത് ക്യാഷാക്കി വിൽക്കും. ഓക്കെ, പിന്നീടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ